IPL കളിക്കാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. ജിദ്ദയിൽ നടന്ന IPL താരലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷിനെ ടീമിലെത്തിച്ചത്. IPL തയ്യാറെടുപ്പുകളും പ്രതീക്ഷകളും വിഘ്നേഷ് 24-നോട് പങ്കുവച്ചു. IPL താരലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ വിഘ്നേഷ് പുത്തൂരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എങ്ങനെയായിരുന്നു നമ്മൾ ഈ താരലേലത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജേണി എങ്ങനെയായിരുന്നു? ഓപ്ഷനത്തെ മെയിൻ കാരണം KCL ടൂർണമെൻറ്റാണ് കേരളത്തിലെ. അപ്പോൾ അതിൽ ആലപ്പുഴ പ്രിൻസിനെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാച്ച് ഉണ്ട്, സ്കൗട്ട്സ് അങ്ങനെ അവിടേക്ക് സെലക്ട് ചെയ്ത് ട്രയൽസിന് അവിടെ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങോട്ട് എടുത്തു വിചാരിക്കണം. ഈ ട്രയൽസ് എല്ലാം എവിടെയായിരുന്നു? അവിടെ മുംബൈ ഇന്ത്യൻസിൻ്റെ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? മുംബൈ വെച്ചിട്ടാണ് ട്രയൽസ്. അവിടെ കോച്ച് ജയവർദ്ധൻ ഉണ്ടായിരുന്നു, പൊള്ളാട്, പിന്നെ ഹാർദിക് പാണ്ഡ്യയെ കാണാൻ പറ്റി. ബോളിംഗ് കറിയിപ്പിച്ചു. അങ്ങനെ താങ്കളുടെ ഒരു ബൗളിംഗ് രീതി തന്നെ ഡിഫറെൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ചൈനാമൻ അല്ലേ? അതാണ് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശൈലിയാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് അത്? എന്താ അത് പ്രത്യേകത? കുറച്ച് റയർ ബോളിംഗ് ആണ്. ലെഫ്റ്റ് ആം ലെഗ് സ്പിൻ എന്ന് പറയുമ്പോൾ അതാണ് മെയിനായിട്ട്. വളരെ കുറച്ച് പേരെ അറിയണുള്ളൂ. ജോർഡോസ് ക്ലബിൻ്റെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ പാഷാൻ്റെ അണ്ടറിലാണ് പ്രാക്ടീസിങ് കാര്യങ്ങളൊക്കെ, കോച്ചിൻ്റെ അണ്ടറിൽ. അങ്ങനെ PTM ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥിയാണോ? അവിടെ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. എങ്ങനെയാണ് അവിടെ ക്രിക്കറ്റ് ഉണ്ട്, പക്ഷെ അത്ര ഫേമസും കാര്യങ്ങളല്ല. പക്ഷെ നല്ല ടീമുണ്ട്, നന്നായി കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. പക്ഷെ നമ്മുടെ മലപ്പുറത്ത് ഫുട്ബോളിന് ക്ഷമിക്കണം, ഈ ക്രിക്കറ്റിന് അത്ര വലിയൊരു പരിഗണന കിട്ടുന്നുണ്ടോ? അതോ എങ്ങനെ? താങ്കൾക്ക് എന്താ തോന്നിയത്? തീർച്ചയായും നല്ല പരിഗണന കിട്ടുന്നുണ്ട്. കാരണം ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. മിക്കവാറും മലപ്പുറം പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഓർമ്മ വരുന്ന ഫുട്ബോൾ കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. പുറത്ത് മീൻസ് KCL ടൂർണമെൻറ്റ്സ് വരുമ്പോൾ എല്ലാം പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും അറിയപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. ഏതായാലും വളരെയധികം അഭിനന്ദനങ്ങൾ. വിഘ്നേഷ് പുത്തൂർ ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.